തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം ഉടൻ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12:30 പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം മംഗളൂർ വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം കൊല്ലൂരിലെത്തുക. തമിഴ്നാട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി രാമചന്ദ്ര അടിക ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയ് അവർ അമ്മയെ ദർശനത്തിന് വരുന്നുണ്ട്. 3 മണിക്ക് വന്ന് അമ്മയെ ദർശനം പിന്നെ ദീപാരാധന കണ്ട് ദേവിയെ പ്രസാദം എടുത്ത് പോകുന്നതാണ് ഇവിടെ വന്ന മെസ്സേജാണ്. അങ്ങനെ ദൈവസ്വം എല്ലാവിധമായിട്ടുള്ള ഏർപ്പാടുകൾ ഭദ്രത എല്ലാ കാര്യങ്ങൾ ചെയ്ത് അവർ വരുന്ന നിരീക്ഷയിലുണ്ട്. അങ്ങനെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് MG രാമചന്ദ്ര അവർ വിശേഷ സങ്കല്പം എടുത്ത് രാജകീയ ജയത്തിൻ്റെ ശേഷം ഇവിടെ വന്ന് സ്വർണത്തിൻ്റെ ഖഡ്ഗം സമർപ്പണ ചെയ്ത് അമ്മയെ ആരാധന ചെയ്ത ശേഷം പിന്നെ ജയലളിത അവർ ഇവിടെ വന്ന് അമ്മയെ ദർശനം ചെയ്ത് ഖഡ്ഗദർശനം ചെയ്ത് പോയിരുന്നു. അവർ ആ സമർപ്പണയ ശേഷമാണ് കുറേ തമിഴ്നാടിൻ്റെ ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വിജയവർ കൂടെ വിശേഷമായിട്ട് മുഖ്യമന്ത്രി ആയത് ശേഷം ഇവിടെ വരുന്നത് വിശേഷമായിട്ട് പ്രചാരത്തിലുണ്ട്. അങ്ങനെ ഈ തമിഴ്നാട് 3ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ വരുന്ന വ്യക്തി വിജയ് അവരാണ്. അങ്ങനെ അവർക്ക് എല്ലാവിധമായിട്ടുള്ള ദേവിയ അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ അമ്മയടുത്ത് പ്രാർത്ഥിക്കാം. KV ബൈജു ചേരുന്നു. ബൈജു, വലിയ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എപ്പോഴേക്ക് അവിടെ വിജയ് എത്തിച്ചേരും? തമിഴ്നാട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജമാണോ അവിടെ? തീർച്ചയായും സൈറ്റ് നേരത്തെ അറിയിച്ചതിൽ 2 മണിക്കൂർ വൈകിയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇപ്പോൾ ഈ യാത്ര നടത്തുന്നത്. അതായത് 12 മണിക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ 2 മണിയോടുകൂടിയാണ് മംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. അതായത് 150 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറോളം, അതായത് ഒരു 4:30-5 മണിക്കകം മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഉടുപ്പി ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിൽ സീറോ ട്രാഫിക് ഏർപ്പെടുത്തി അദ്ദേഹത്തെ വലിയ തോതിൽ അത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തി കർണാടക സർക്കാർ സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ അമ്പലത്തിലും ക്ഷേത്രത്തിലും പരിസരത്തിലും എല്ലാം വലിയ തോതിൽ പോലീസ് സന്നാഹമുണ്ട്. ഇന്നലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസും ഒപ്പം കർണാടക പോലീസും കൂടി ഈ സുരക്ഷ വിലയിരുത്തലുണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ പോലീസ് എത്തി. കാരണം Z+ കാറ്റഗറിയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഏതായാലും അദ്ദേഹത്തെ സ്വീകരിക്കും, ക്ഷേത്രത്തിലെത്തിയ സ്വീകരിക്കും. പ്രത്യേക വഴിപാടോ പൂജകളൊന്നുമില്ല. ദേവി ദർശനം, അതിനുശേഷം അദ്ദേഹം തിരിച്ച് അതേ രീതിയിൽ തന്നെ റോഡ് മാർഗം മംഗളൂരുവിലെത്തിയതിനു ശേഷം മംഗളൂരിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിനാണ് ഈ ചെന്നൈയിലേക്ക് പുറപ്പെടുക. ഏതായാലും ദില്ലിയിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ മംഗളൂരുവിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ 2ാം സന്ദർശനമാണ്. അതായത് 1 മാസമേ അദ്ദേഹം ആവുന്നുള്ളൂ മുഖ്യമന്ത്രിയായിട്ട്. അതിനുശേഷം 2 സന്ദർശനമാണ് അദ്ദേഹം ഇപ്പോൾ ദില്ലിയിൽ ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് ദില്ലിയിൽ നിന്നും നീതി ആയോഗിന്റെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗം കഴിഞ്ഞതിന് ശേഷം നേരിട്ട് മംഗളൂരുവിലേക്ക് വരികയായിരുന്നു. ഏതായാലും 2 മണിക്കൂർ വൈകിയാണ് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വ്യത്യാസമായി ഇപ്പോൾ ഇദ്ദേഹത്തിന് യാത്രയുള്ളത്. ഏതായാലും ഉടുപ്പി ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു 4:30 മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈറ്റ് ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തും. അദ്ദേഹം ഡൽഹിയിൽ നിന്നുമാണ് നീതി ആയോഗ് യോഗത്തിന് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. സിനിമാ താരം എന്നതിനപ്പുറം അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി ആയതോടുകൂടി വലിയ സുരക്ഷ കൂടിയാണ് അദ്ദേഹത്തിന് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. എന്തായാലും ജോസഫ് വിജയ് അല്പസമയത്തിനുള്ളിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരും.